ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മജ്ബൂസാണ് ഉണ്ടാക്കിയത് ഉച്ചത്തേക്ക്. വേണ്ടേ മക്കൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്ന ചെറിയ ചെറിയ വീഡിയോകൾ എടുക്കുകയാണ്. ലിയോ ദാണ്ട് ഓടി ഓടി വരുന്നുണ്ട് മജ്ബൂസിൻ്റെ മണം കേട്ടിട്ട്. ഉണ്ടോ? ഇത് ഒരുത്തന്നെ മാത്രമേ ഇച്ചിരി സാലഡ് കൂട്ടത്തുള്ളൂ. സാലഡ് കണ്ടോ? അതിനകത്ത് തക്കാളിയുടെ ഒരു ചാറുണ്ട്, അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഞാൻ കിച്ചണിൽ കാണിച്ചു തരാം. അതുണ്ടോ, ഇത് വലിയവർ കഴിച്ചില്ല, വലിയ മക്കളാരും കഴിച്ചില്ല. രണ്ടാമത്തെ മോൻ എഴുന്നേറ്റ് തന്നെ താമസിച്ചായിരുന്നു. അവന് ഒരു മണിയൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ ഇടിയപ്പവും ചിക്കൻ കറിയും ചിക്കൻ വറുത്തയൊക്കെയാണ് കഴിച്ചത്. അവന് ജിമ്മിന് പോകുന്നതുകൊണ്ട് ഇത്ര അളവ് ചിക്കൻ വേണമെന്നൊക്കെ ഇല്ലേ, അതാണ് കഴിച്ചത്. പിന്നെ ഇത് കഴിച്ചില്ല. അവൻ്റെ ഒരു ഫ്രണ്ട് പക്ഷേ കഴിക്കുന്നുണ്ട്. നമ്മൾ ആ കൊച്ചു മോൻ്റെ അടുത്തൊന്നും വീഡിയോ പിടിക്കാൻ പോകുന്നത് ശരിയല്ലല്ലോ, അതങ്ങനെ വെച്ചു. അതാണ്ട് അതിനുള്ള കറി, ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. തക്കാളി നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി മല്ലിയില ഇടും. അങ്ങനെ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ അറബി ഫുഡ് ചോറ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ റെസിപ്പി നോക്കിയെടുത്ത് പഠിച്ചതാണ്. പിന്നെ സാലഡ് എടുത്തു. പിന്നെ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ്, അതിനകത്ത് തേങ്ങയൊന്നും ഞാൻ വറുത്തിട്ടില്ല. ഇപ്പോൾ എടുത്തിന് ലാസ്റ്റ് വറുക്കണം. ഇപ്പം 3 മണി കഴിഞ്ഞു. ഒരു 4:30-5 മണിയാകുമ്പോൾ തൊട്ടേ ഉള്ളൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ബിസിയാണ് ഞാൻ. എന്നാലും ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മൂത്താൾ എവിടെയോ പുറത്ത് പോയിരിക്കുന്നു, മൂത്തമോൻ. അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചത്തെ വിശേഷം. ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കാണിച്ചായിരുന്നല്ലോ. വേണ്ടേ, ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടേ, നമ്മൾ ശരിയാക്കിയത് കുറച്ച് ശരിയാക്കിയിട്ടുണ്ട്, ബാക്കി ഇനി ശരിയാക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കട്ടി ചൂടായി, നമ്മൾ ഓരോന്ന് ഒഴിക്കുക. ഒന്നൊരു മൂത്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. ഞാൻ നെയ്യൊന്നും ചേർത്തില്ല, ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചുള്ളൂ. ചിലർ നെയ്യൊക്കെ ചേർക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതിനകത്ത് വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. തേങ്ങാക്കൊത്തുണ്ട്, എള്ളിട്ടിട്ടുണ്ട്. കറുത്ത കളറിലെ എള്ളില്ലേ, അതായിട്ടത്. അത് ഇത്തിരി കൂടെ ഒന്ന് ആവണം. ഒരു ട്രിപ്പ് ഞാൻ ശരിയാക്കിയത് മോൻ എടുത്തുകൊണ്ട് പോയി. അടുത്ത ട്രിപ്പാണ്, അടുത്ത മൂത്ത ആളെടുത്തുകൊണ്ട് പോയി കഴിക്കാൻ. നമ്മളിട്ട് പള്ളിയിൽ കരോള് വന്നിട്ട് പോയി. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പോൾ അവരെല്ലാം പറഞ്ഞ് നല്ല ഉണ്ണിയപ്പമായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മാവിന് ചെയ്തതാണ്. ലിയോ, ഞാൻ തരാം ഇത്തിരി. നിനക്ക് തന്നൂടാത്തയാ, എന്നാലും കഷ്ടമല്ലേ എന്ന് വെച്ച് തരാം. ഇവന് എണ്ണയും മധുരമുള്ളതൊന്നും അങ്ങനെ കൊടുത്തുകൂടാ. ലിയോ വാ, ഓടി വായോ.
അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ പോയേക്കുക. ഉണ്ടോ? നല്ല നല്ല ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും കഴിച്ചു നോക്കി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശോയുടെ വരവിനായി ഒരുങ്ങുന്ന ശാലോനെയും കുടുംബത്തെയും അങ്ങേ പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പുൽക്കൂടിൽ ജനിച്ച ഈശോ ഇവരുടെ ഹൃദയങ്ങളിൽ ജനിക്കുമാറാകട്ടെ. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിരിക്കുന്ന ഇവരിൽ അവിടുത്തെ സമാധാനവും സ്നേഹവും കുടികൊള്ളട്ടെ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പിഴകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഉണ്ണിയപ്പൻ ചട്നിയൊക്കെ റെഡിയാക്കി. ശരി, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് നൈറ്റ്.